മനുഷ്യന് സ്വന്തം മരണനാടകം കളിക്കാൻ എത്രത്തോളം ക്രൂരനാകാൻ കഴിയും? വർഷം 1984 ജനുവരിയിലെ തണുത്ത ഒരു രാത്രിയിൽ മാവേലിക്കരയിലെ ആളൊഴിഞ്ഞ വഴിയോരത്ത് ഒരു കാർ കത്തിയിരിക്കുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ പൂർണ്ണമായി കരിഞ്ഞുണങ്ങിയ ഒരു മൃതദേഹം. പോലീസും നാട്ടുകാരും കരുതി അത് ആ കാറിന്റെ ഉടമയായ സുകുമാരക്കുറുപ്പാണെന്ന്. പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പുറത്തുവന്നത് കേരളത്തെ ഞെട്ടിച്ച ആ സത്യമായിരുന്നു. കത്തിയത് കുറുപ്പല്ല. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി റോഡിൽ നിന്ന് ലിഫ്റ്റ് ചോദിച്ചു കയറിയ ചാക്കോ എന്ന പാവം മനുഷ്യനെ കൊന്ന് കാറിലിട്ട് കത്തിച്ചതായിരുന്നു. അവിടെ തുടങ്ങുന്നു ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൈൻഡ് ഗെയിം. കൊലപാതകത്തിൽ രാത്രിയുടെ ഇരുട്ടിലേക്ക് മറഞ്ഞ സുകുമാരക്കുറുപ്പ് പിന്നീട് എങ്ങോട്ട് പോയി? ഇന്റർപോൾ വരെ വല വീശിയിട്ടും ബ്രൂണയിലും നേപ്പാളിലും ഇന്ത്യയിലെ വനങ്ങളിലും തിരഞ്ഞിട്ടും അയാൾ എങ്ങനെ പോലീസിന്റെ കണ്ണുവെട്ടിച്ചു? 40 വർഷങ്ങൾക്കിപ്പുറവും ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങളിലേക്ക് ഒളിവ് ജീവിതത്തിനിടെ മരിച്ചെന്ന നിഗമനത്തിൽ കേരള പോലീസ്. വിദേശത്ത് ജീവനോടെയുണ്ടെന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനം. കടുത്ത ഹൃദ്രോഗബാധിതനായിരുന്ന സുകുമാരക്കുറുപ്പ് ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് പുതിയതായി കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ടെത്തൽ. 42 വർഷമായി വട്ടം കറക്കുന്ന കേസ്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം അവസാനിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടയിലാണ് അന്വേഷണ സംഘത്തിൽ മുൻപ് അംഗമായിരുന്ന പോലീസുകാരൻ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ജീവനോടെയുണ്ടെന്നും നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുകയാണെന്നുമാണ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അലി അക്ബർ പറയുന്നത്. വിദേശത്തുള്ള ഭാര്യയുമായി മറ്റു ബന്ധുക്കളുമായി കുറുപ്പ് ബന്ധപ്പെടാറുണ്ടെന്നും അലി അക്ബർ പറയുന്നു. ഇൻഡോ മലേഷ്യൻ വംശജനെന്ന വ്യാജേനയാണ് കുറുപ്പ് ഇവിടെ കഴിയുന്നത്. ഉന്നത രാഷ്ട്രീയ സമുദായ നേതാക്കളുമായി കുറുപ്പിന് ബന്ധമുണ്ടെന്നും അവരുടെ സമ്മർദ്ദം കാരണമാണ് ഇതുവരെ പിടികൂടാതിരുന്നത് എന്നും അലി അക്ബർ ആരോപിക്കുന്നു. കുറുപ്പിന്റേതെന്ന് പറഞ്ഞൊരു ചിത്രവും അലി അക്ബർ മാധ്യമങ്ങൾക്ക് കൈമാറി. പുതിയ വെളിപ്പെടുത്തലിൽ വ്യക്തത തേടി ഇന്റർപോളിന് നോട്ടീസ് അയക്കുമെന്ന് ക്രൈംബ്രാഞ്ച് മേധാവി ADGP എസ് വെങ്കടേഷും പറയുന്നു. സുകുമാരക്കുറുപ്പിന്റേതെന്നറിയപ്പെടുന്ന പാസ്പോർട്ട്, ഫോട്ടോ, മൊബൈൽ കണക്ഷൻ എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ തേടും. കുറുപ്പുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചാൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും കുറുപ്പുമായി ബന്ധമൊന്നുമില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കുറുപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ ഒന്നും അലി അക്ബർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് SP ജിൽസൺ മാത്യുവും പറയുന്നു. വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാധ്യമങ്ങളോടല്ലല്ലോ പറയേണ്ടതേ എന്നും അദ്ദേഹം ചോദിച്ചു. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാനുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് 42 വർഷം പഴക്കമുള്ള സുകുമാരക്കുറുപ്പ് കേസ് 3 മാസം മുൻപ് ക്രൈംബ്രാഞ്ച് വീണ്ടും പൊടിതട്ടിയെടുത്തത്. കുറുപ്പിനെ ജാർഖണ്ഡിൽ വെച്ചു കണ്ടെന്ന ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശിനി രത്നമ്മയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇതിൽ നിന്നാണ് കുറുപ്പ് മരിച്ചെന്ന സൂചനകളിലേക്ക് പോലീസ് എത്തിയത്. 1989 നെഞ്ചുവേദനയെ തുടർന്ന് സുകുമാരക്കുറുപ്പിനെ ജാർഖണ്ഡിലെ ബൊഖാറ ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചിരുന്നുവെന്നും അന്നവിടെ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന താൻ കുറുപ്പുമായി സംസാരിച്ചുവെന്നും രത്നമ്മ മൊഴി നൽകിയിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 83 വയസ്സുണ്ടാകുമെന്നും ഹൃദ്രോഗബാധിതനായിരുന്നതിനാൽ ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ 1984 ജനുവരി 22 ഫിലിം റെപ്രസെന്റേറ്റീവ് ആലപ്പുഴ തത്തമ്പള്ളി കുട്ടിച്ചിറ ആലപ്പാട്ട് വീട്ടിൽ ചാക്കോയെ കാറിനുള്ളിൽ തീയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പിടികിട്ടാപ്പുള്ളിയാണ് മുഖ്യപ്രതി സുകുമാരക്കുറുപ്പ്. കൊലപാതകത്തിന് ശേഷം മുങ്ങിയ ഇയാൾ രൂപമാറ്റം വരുത്തി ഉത്തരേന്ത്യയിൽ കഴിയുന്നുണ്ടെന്നും വിദേശത്തേക്ക് കടന്നെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപക തിരച്ചിൽ നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘം ഗൾഫ് രാജ്യങ്ങൾ, ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും കണ്ടെത്താനായില്ല. 40 വർഷങ്ങൾ ഒരു മനുഷ്യായുസ് മുഴുവൻ നിയമത്തിന് മുന്നിൽപ്പെടാതെ ഒരാൾക്കൊളിവിൽ കഴിയാൻ സാധിക്കുമോ? സുകുമാരക്കുറുപ്പ് ഇന്നും ലോകത്തിന്റെ ഏതോ കോണിൽ മറ്റൊരു പേരിൽ ജീവിച്ചിരിപ്പുണ്ടോ? അതോ ആരും അറിയാതെ മരണത്തിന് കീഴടങ്ങിയോ? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ ഇന്നും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കഥയിലെ യഥാർത്ഥ ദുരന്തം കുറുപ്പിന്റെ അപ്രത്യക്ഷമാകലല്ല. ജനിക്കാനിരുന്ന കുഞ്ഞിനെ പോലും കാണാൻ കഴിയാതെ ഒരു തെറ്റും ചെയ്യാതെ ദാരുണമായി കൊല്ലപ്പെട്ട ചാക്കോ എന്ന മനുഷ്യനും പതിറ്റാണ്ടുകളായി നീതിക്കായി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. സുകുമാരക്കുറുപ്പ് എന്ന പേര് ഇന്നും ഒരു ഭീതിയായി, ദുരൂഹതയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു. നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കാം. പക്ഷേ ചരിത്രത്തിന് മുന്നിൽ അയാൾ ഇപ്പോഴും ക്രൂരനായ ഒരു കൊലപാതകിയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.